ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ, ടൈമായി എന്ന് പറഞ്ഞാൽ സമയമായി. ഇനി പോയി നേരെ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അത് തന്നെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വിട്ടിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. കഴിക്കുക, പോവുക. എനിക്കത് ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് റൗണ്ട് പഠിക്കുന്നു. അതെ, നോക്കട്ടെ. പമ്പ് ഇവിടത്തെ പോയി റൗണ്ട് പമ്പ് സ്റ്റേഷൻ റൗണ്ട് അടിച്ച് ക്ലോറിനേഷനേ ഉള്ളൂ. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. അടുത്തന്നെ പുതിയതും കൂടി പോയി നോക്കണം. അത് യെസ്, ഇവിടെയും കുഴപ്പമില്ല. ഇനി അടുത്ത് നേരെ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. ശകലം കൂടി വലുതായിട്ടുണ്ട് കേട്ടോ. അതിൽ പൂ വന്നു, അതും കുഴപ്പമില്ലാതെ. ഇനി തന്നെ പോയി ചെടിക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കും. കാരണം പുറത്ത് പോകണം. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി. ഇനി ജസ്റ്റ് തുണിയൊക്കെ എടുത്തിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം, പോകണം. ഇത് തന്നെ ഫോണും ചാർജ് ചെയ്യണം. ഫോണും ചാർജ് ചെയ്യണം. നേരെ ജസ്റ്റ് പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല, ഫുള്ള് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. യെസ്, നേരെ പോയിട്ട് സാധനം വാങ്ങിക്കാം. കടലിലോട്ട് പോയി ഇറങ്ങി സാധനം പോയി വാങ്ങിക്കണം. കുറച്ച് സാധനം നോക്കട്ടെ, കടയിലുണ്ടാകുന്ന നോക്കട്ടെ. ഒരു രക്ഷയില്ല, ഭയങ്കര വേദന കേട്ടോ. ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ മറ്റേ നീറ്റല് പോലെ. കുറേ ദിവസമായല്ലേ വെയിലൊക്കെ കൊണ്ടിട്ട്, ചൂട്. അതിൻ്റെ ഒരു ഇത്ര നാൾ തണുപ്പായിരുന്നല്ലോ കറക്റ്റ്. ബോഡിക്ക് ശീലമില്ലല്ലോ അത്രയും ചൂട് കൊണ്ട്. ഇങ്ങനെ ഭയങ്കര നീറ്റല്. പോയിക്കൊണ്ടിരിക്കുന്നു. അത് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡല്ലേ, ഈ സൈഡ് വെയിൽ വെള്ളം വന്നേയിരിക്കും. എന്നാൽ ഭയങ്കര ചൂട്, ഇതിനകത്തൊന്ന് ഭയങ്കര ആവി. അതിനകത്ത് ഭയങ്കര ആവി, ഫുൾ അടഞ്ഞിട്ട് പോണല്ലേ. അതിൻ്റെ ടെമ്പറേച്ചർ പിന്നെ ഒന്നാതെ പുറം ടെമ്പറേച്ചറാണ്. നേരെ പോട്ടിന് ടൈം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 4 മണിയായപ്പോൾ ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നേരെ പോയി കട വരെ ഒന്ന് പോകണം. അത് ഇതാണ് ഹൈവേ ഏട്ടാ. ഞാൻ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടുത്തെ ഷോപ്പിലാണ് പോണത്, മാർക്കറ്റിൽ. എന്ത് പറയാൻ, ഇതിലും നല്ല ടേസ്റ്റുള്ള ഖജൂറാണ് കേട്ടോ. ഇതിൽ 3 അങ്ങനെയാണ്. ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു എടുത്തോണ്ടിരുന്നു. അപ്പോൾ വളർത്തണത് ഇതിൽ മറ്റേ വല പോലത്തെ സംഭവം കെട്ടിയാണ് വളർത്തണത് ഇവിടെ. എന്ന് പറഞ്ഞാൽ പക്ഷികൾ കഴിക്കാതിരിക്കും. ഇതുണ്ടാ, ഈ വഴിയാണ് പോണത്. അവിടുത്തെ കടയിൽ നിന്ന് കിട്ടൂല, അതൊന്നും ഇവിടെ വളർത്തണം. ഇവിടെ മാത്രമേ അതുള്ളൂ. പെട്രോൾ പമ്പ് പണി നടക്കുന്നു. അവിടെയാണ് സ്ഥലം. അങ്ങനെ കയറുക, സാധനം വാങ്ങിക്കുക. ഇവിടുത്തെ പ്രൈസ് കൂടുതലാണ്, പക്ഷെ ഇവിടെ സാധനം കിട്ടും. അതിനകത്തൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഇറങ്ങി ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, സംഭവം മറന്നുപോയി. ഞാൻ അടുത്ത് ഒരു കടയും കൂടി പോകണം, വെജിറ്റബിളിൻ്റെ. സാധനം വാങ്ങിക്കണം. സാധനമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന. അവിടെ ശരിക്കുകയാണ്. തളർന്നു കഴിക്കണമെന്ന് പറഞ്ഞാൽ തളർന്നു. ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ ഒരു സാധനം ഫ്രീ ആയിട്ട് അത് എടുക്കുക, പോവുക. ചിലപ്പോൾ കിട്ടൂല. 5 മണി വരെ വെയിറ്റ് ചെയ്യുള്ളൂ. യെസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. കൈ അഴകുന്നു, തളർന്നു. 2 ഷോൾഡറൊക്കെ വേദനിക്കുന്നു.
ഇതും കൊണ്ട് നടന്നതിൽ ഇനി നല്ല വെയിറ്റ് ഉണ്ട്. കുറേ നാളായി ഇങ്ങനെ സാധനമൊക്കെ എടുത്തോണ്ട് നടന്നിട്ട്. കാരണം വണ്ടി ഉള്ളപ്പം വണ്ടിയിലല്ലേ വരൂ, എന്നാ എടുത്തോണ്ട് നടക്കൂലല്ല. അതുകൊണ്ടാ ചുണ്ടൊക്കെ ഒട്ടി, ചൂടുമുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നേരം കൊണ്ട് നിന്നിട്ട് അങ്ങ് പോകണം. സെക്യൂരിറ്റി ഒന്ന് തുറന്നു തരണം, വിളിച്ചിട്ടുണ്ട്. എത്തിയില്ല. ഇനി അവ ഉണ്ടാക്കണം നോക്കട്ട്. അടുത്ത് പറഞ്ഞാൽ നേരെ പോയി ലൈറ്റൊക്കെ ഓണാക്കി ഒന്നുമില്ല സെറ്റ് ചെയ്ത്. അത് തന്നെ മറ്റേ കോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഒരു 6 മണിക്കൊന്ന് നോക്കിയിട്ട് ലൈറ്റ് എങ്ങനെ നോക്കിയിട്ട് വിളിച്ച് പറയാൻ പറ്റും. ഇനിയിപ്പം ഒന്ന് എല്ലാം ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിച്ച് പറയണം അതൊന്നും. അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് തോന്നും അല്ലേ. ചില കൂട്ടം ഉണ്ടായിരുന്നു, നാളെ കൂട്ടിയാലും മതിയല്ലേ, അത് കുഴപ്പമില്ല അല്ലേ. ഇനി അടുത്ത് പോയി ഒന്ന് ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് എല്ലാം സെറ്റ് ചെയ്യണം. അതെ, എല്ലാം സെറ്റാണ്. ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ മെസ്സേജ് ഇട്ട്, മറ്റേത് അല്ലോ ഇപ്പം എന്തിനാ അല്ലോ ഇപ്പം കുഴപ്പമില്ല, നാളെ രാവിലെ ചെയ്യാം, അതാണ് നല്ലത്. നമ്മളതും കുഴപ്പമില്ല. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ സൈഫ എങ്ങനെ സൈഫ അനങ്ങിയിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. രാവിലെ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് എത്ര 20-30 പോയിൻ്റേ ഡൗൺ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് ഔട്ട് പോണത്. പിന്നെ ഇനി റോജ ഇനിയിപ്പോൾ എത്ര 10 മിനിറ്റും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ മുറിക്കുന്ന സമയം. ഇനിയിപ്പോൾ ഞാനും അങ്ങ് പോകും. ഏകദേശം 5-10 മിനിറ്റും കൂടി ഉണ്ട്. അത് തന്നെ. അപ്പോഴത്തേക്ക് ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റായിട്ട് അടുത്ത റോജ മുറിച്ച് കഴിഞ്ഞ് സെക്യൂരിറ്റി അല്ല, രണ്ട് സെക്യൂരിറ്റി, ഒരു ഒമാനി, നമ്മളെ ഓപ്പറേറ്റർ, അങ്ങനത്തെ ഇൻചാർജ് പോലെ. ഇത് പണ്ടേ പുള്ളി ഉള്ളതാണ്, ഏകദേശം 8 കൊല്ലം മുമ്പേ ഉള്ളതാണ്. നമ്മളെ ഇൻചാർജ് പോലെ. നമുക്ക് ചെറിയ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ പുള്ളി എല്ലാം സെറ്റ് ചെയ്യും. അതായത് വൈഫൈ അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി തന്നെ ഇനിയിപ്പോൾ ഒന്നും കൂടി അവിടെ ഇരിക്കുക. 7 മണിയായി. ഇനി തന്നെ പോയി എല്ലാം കൂടി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കി അവിടെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് അതൊക്കെ തന്നെ 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.